കോമൺ ആയ കുറെ സിംറ്റംസ് ഉണ്ടെങ്കിലും ഒരാളുടെ പോലെ ആയിരിക്കില്ല മറ്റൊരാളിൽ മൈഗ്രെയിൻ പ്രസന്റ് ചെയ്യുക. ഒരേ ഫാമിലിയിലുള്ളവരാണെങ്കിലും മൈഗ്രെയിനിന്റെ ക്യാരക്ടേഴ്സ്, അതായത് പെയിനിന്റെ നേച്ചർ, ഇന്റൻസിറ്റി, ട്രിഗറിങ് ഫാക്ടേഴ്സ്, തലവേദന വരുന്ന സമയം, ഡ്യൂറേഷൻ, കൂടെ വരുന്ന മറ്റ് സിംറ്റംസ്, ഇവയൊക്കെ തന്നെ ഡിഫറെന്റ് ആയിരിക്കാം. സോ ജനറലി അവൈലബിൾ ആയിട്ടുള്ള തലവേദനയുടെ മെഡിസിൻസോ പെയിൻ കില്ലേഴ്സോ മൈഗ്രെയിനിന് ഒരു ബെറ്റർ ഇംപ്രൂവ്മെന്റ് നൽകില്ല. സോ ഒരേ ഫാമിലിയിലുള്ളവരാണെങ്കിലും മൈഗ്രെയിനിന് അവർക്ക് വേണ്ട മെഡിസിൻസ് വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അവരുടെ ജോലി, ലൈഫ് സ്റ്റൈൽ, ഭക്ഷണ രീതി, ഇതൊക്കെ തന്നെ മൈഗ്രെയിനിനെ ബാധിക്കാം. സോ കോമൺ ആയ ചികിത്സയല്ല, പേഴ്സണലൈസ്ഡ് ആയ ട്രീറ്റ്മെന്റ് ആണ് മൈഗ്രെയിനിൽ ആവശ്യം. ഹോമിയോപ്പതിയിൽ ഡീറ്റെയിൽ ആയ കേസ് ടേക്കിംഗ് ചെയ്യാറുണ്ട്. ഇത് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യുന്നതിൽ മാത്രമല്ല, എന്തുകൊണ്ടാണ് അവർക്ക് മൈഗ്രെയിൻ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവരെ മൈഗ്രെയിനിലേക്ക് ലീഡ് ചെയ്യുന്നത്, ട്രിഗറിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, സിംറ്റംസ് എന്തൊക്കെയാണ്, മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടോ അവർക്കുണ്ടോ, ഇങ്ങനെയുള്ള ഓരോ എലമെന്റ്സും കൺസിഡർ ചെയ്ത് പേഴ്സണലൈസ്ഡ് ആയ ട്രീറ്റ്മെന്റ് അവർക്ക് നൽകാൻ കൂടെ വേണ്ടിയിട്ടാണ്. കൃത്യമായ ഹോമിയോപ്പതിക് ചികിത്സയും അഡ്വൈസ് ചെയ്യുന്ന മാറ്റങ്ങളും മൈഗ്രെയിൻ ഇഫക്റ്റീവായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും.